ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ മോളെ വീഡിയോസ് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടുന്നതെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇൻഷോട്ട് എടുക്കാം. ഞാൻ ഇൻഷോട്ടിലാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ ഇൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ പോവാം. അതിലൊരു പ്ലസ് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് വീഡിയോ ആണോ ഏതൊക്കെ വീഡിയോസാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ മെറ്റീരിയൽ എന്നുള്ളതിൽ വീഡിയോ ഫോട്ടോ ഓൾ എന്ന് കാണും. അതിൽ നമ്മൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എടുത്ത് വെച്ച എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച വീഡിയോസൊക്കെ ഇതിൽ കാണും. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് എങ്ങനെയാണെന്ന് സിമ്പിളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ വീഡിയോ ഓപ്ഷൻ ഞെക്കിയതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു വീഡിയോ എടുത്ത് ഓക്കെ, ഞാൻ ഈ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മളിവിടെ ഒരു ടിക്ക് കാണില്ല, പച്ചതിൽ ടിക്ക് കാണുന്നില്ല, അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇൻഷോട്ടിലേക്ക് ആ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ സൗണ്ട് ഇല്ല കേട്ടോ, സൗണ്ട് ഇല്ല. അപ്പം നമുക്ക് ഈ വീഡിയോക്ക് നമുക്കിതിൻ്റെ മോക്ക് പുതിയൊരു സൈക്കിള് വാങ്ങിയ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കാണണം കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോക്ക് സൗണ്ട് നമുക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്യാൻവാസ്, ഓഡിയോ, സ്റ്റിക്കർ, ടെക്സ്റ്റ്, എഫക്റ്റ്, ഫിൽറ്റർ, PIP അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ എന്താക്കുക, ഓഡിയോ ക്ലിക്ക് ചെയ്യാം. അതിൽ മ്യൂസിക്, എഫക്ട്സ്, റെക്കോർഡ് എന്ന് കാണാം. അതിൽ നമ്മൾ എന്താ ചെയ്യുക, റെക്കോർഡ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ റെഡ് ബട്ടണ് ക്ലിക്ക് ചെയ്താൽ 3, 2, 1 അതിനുശേഷം നമ്മൾ എന്താക്കുക, ഈ ശരി എന്ന ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പം നമ്മൾ സംസാരിച്ചത് ഇതാ നമുക്കിവിടെ ഇത് നിൽക്കിയാൽ നമുക്ക് കേൾക്കാൻ പറ്റും നമ്മളെന്താ പറഞ്ഞിട്ടില്ലെന്ന്. സംസാരിക്കാം, നമ്മൾ ഈ വീഡിയോക്ക് എന്താണോ കേൾക്കുന്നില്ലേ. അപ്പോൾ ഈ ഒരു റെക്കോർഡ് അതിൽ വന്നിട്ടുണ്ട്. നമ്മൾ ശേഷം ഈ ശരി എന്ന ടിക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്കിതാ ഈ ക്രോസ് ലൈന് കാണുന്നില്ലേ, അത് നമ്മൾ സംസാരിച്ചത് മുഴുവനായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. പിന്നെ നമുക്കിതിൽ സബ്സ്ക്രൈബ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, ഇത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റിക്കർ എന്നുള്ള ബട്ടണ് കൊടുക്കുക. പിന്നെ എന്നിട്ട് നമ്മൾ ഇതിൽ സ്റ്റിക്കർ, ടെക്സ്റ്റ്, ക്യാപ്ഷൻസ്, ഡീറ്റെയിൽ, ഡൂഡിൽ എന്നൊക്കെ കാണാം. അതിൽ നമ്മൾ സ്റ്റിക്കർ കൊടുക്കുക. അപ്പം നമുക്ക് ഇതിൽ സബ്സ്ക്രൈബ് എന്നുള്ള ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താക്കുക, സെർച്ചിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ എന്താക്കുക, സബ്സ്ക്രൈബ് എന്ന് ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ്, എന്നിട്ട് നമ്മളിവിടെ സെർച്ചിൽ കൊടുക്കുമ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് എന്ന് കാണാം. ഈ സബ്സ്ക്രൈബ് നമ്മൾ ഇതിൽ ഏതാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് അതാ നമ്മളെ വീഡിയോയിൽ ഇവിടെ കാണാം. അത് നമ്മൾ കറക്റ്റ് എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ശേഷം നമ്മൾ ബാക്ക് അടിച്ചിട്ട് ഇവിടെ ശരിയെന്നുള്ള ടിക്ക് മാർക്ക് കൊടുത്താൽ അത് നമ്മളതിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വീഡിയോസിൽ ഇത് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സബ്സ്ക്രൈബ് എന്നുള്ളത് ഫസ്റ്റ് മുതൽ വീഡിയോയിലെ ഫസ്റ്റ് മുതൽ എൻഡ് വരെ കാണണം എന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ സബ്സ്ക്രൈബ് എന്നുള്ള ഈ യെല്ലോ വന്ന
ലൈന് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വലിച്ച് ഇങ്ങനെ കൊടുക്കുക. വലിച്ച് കൊടുത്താൽ നമ്മളെ ഈ വീഡിയോയുടെ എൻഡ് വരെ വരും. അപ്പം ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ റൗണ്ടിൽ ഈ റെഡ് പോകുന്നത് വരെ ഈ വീഡിയോയിൽ ഫസ്റ്റ് മുതൽ എൻഡ് വരെ നമുക്ക് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. കണ്ടോ, ഇതുവരെ നമുക്ക് കാണാം. ഓക്കെ, പിന്നെ നമുക്കിതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് കൊടുത്തിട്ട് സ്റ്റിക്കർ ടെക്സ്റ്റ് എന്നുള്ളതിൽ ടെക്സ്റ്റ് കൊടുക്കുക. അതിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക, ന്യൂ സൈക്കിൾ എന്ന് ടൈപ്പ് ചെയ്യുക. സ്പേസ് ഇട്ടിട്ട് ന്യൂ സ്പേസ് സൈക്കിൾ എന്ന് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്കൊരു ഇമോജി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ശരി എന്നൊരു ടിക്ക് കൊടുത്തിട്ട് നമ്മൾ എന്താക്കാതെ ഇവിടെ എവിടെയെങ്കിലും നമുക്കിത് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, ന്യൂ സൈക്കിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമല്ല ഒരു സ്ഥലത്ത് വെക്കാം കേട്ടോ. അങ്ങനെ വെച്ചതിൻ്റെ ശേഷം നമ്മൾ എന്താക്കാം, പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ ഈ ഭാഗം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, സ്പ്ലിറ്റ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഈ ഒരു ഭാഗം മാത്രം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് കൊടുത്താൽ നമുക്ക് ഡിലീറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്കങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റാം. ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ വൈറ്റ് വരണമെങ്കിൽ വൈറ്റ് കൊടുക്കുക, ബ്ലാക്ക് കൊടുക്കുക, ടിക്ക് മാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്ലാക്കാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്പീഡ് കൂട്ടണമെങ്കിൽ നമുക്കിതാ സ്പീഡ് കൂട്ടാം. സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ കണ്ടിട്ടില്ലേ, അതിൽ കേവ് കൊടുക്കുക. അതിൽ ഈ പ്രീസെറ്റ് കൊടുത്താൽ ഇതിൽ ഇത് കൊടുത്താൽ കുറച്ച് സ്പീഡ് കൂടും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ സ്പീഡ് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ക്യാൻവാസ് നമുക്ക് ഇതിൽ വരുന്നത് 69 ആണ് കേട്ടോ വരുന്നത്. അത് തന്നെ നമ്മൾ കൊടുക്കണം. ഓക്കെ, അതിലാണ് ഇപ്പോൾ ഉള്ളത്, അതിൽ കൊടുക്കണം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഇൻഷോട്ട് എന്നുള്ളത് ഫ്രീ റിമൂവ് കൊടുത്താൽ ഇൻഷോട്ടിൽ നിന്ന് റിമൂവ് ആവും. അപ്പോൾ അത്രയേ ഉള്ളൂ എഡിറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഫോട്ടോ തമ്പനെയിൽ കൊടുക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിൽ നമ്മൾ എക്സ്പോർട്ട് എന്ന് കൊടുക്കണം കേട്ടോ. ഈ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് കൊടുത്തതിൽ കൊടുക്കുക. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തിട്ട് ഇതിലൊരു പരസ്യം വരും, അത് നമ്മൾ ഒഴിവാക്കാം. ക്ലോസ് കൊടുത്താൽ അത് പോകും. എന്നിട്ട് നമ്മൾ ക്ലോസ് കൊടുത്താൽ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തത് സേവ് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ യൂട്യൂബിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.